140-150 റേഞ്ചിലാണ് ലീക്കേജ് പോലെ. ലീക്ക് ഷോർട്ട്. പക്ഷെ നമ്മൾ അവിടെ 5 വോൾട്ടോ 4 വോൾട്ടോ കൊടുത്ത് കണ്ടിട്ട് പിന്നെ തെർമൽ ക്യാമറയിൽ നോക്കുമ്പോൾ പോലും എവിടെ ഹീറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് ആടെ 5 വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആംബിയർ ഫുൾ എടുക്കുന്നുണ്ടാ? ഒന്നും എടുക്കുന്നില്ല, ട്രിഗർ ചെയ്യണില്ല. ആംബിയർ എടുക്കുന്നില്ലേ? ഒന്നും എടുക്കുന്നില്ല. ആംബിയർ എടുക്കുന്നില്ലെങ്കിൽ ഹീറ്റ് ആവില്ലല്ലോ. അതെ, ആംബിയർ എടുക്കാത്ത അതായത് പിന്നെ നമ്മള് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ സ്ട്രിപ്പിന്റെ ബോർഡുമ്മ കണക്ട് ചെയ്യുന്ന സ്ട്രിപ്പുമ്മല് 5 വോൾട്ട് കിട്ടുന്നുണ്ട്. ബോർഡുമ്മ ടെസ്റ്റ് പോയിന്റ് നിൽക്കുമ്പോൾ 1.2 എത്ര സംതിങ് കിട്ടണോ. ലീക്കേജ് തന്നെ ലീക്കേജ് വോൾട്ടേജ് ഡ്രോപ്പ് ആവുമല്ലോ. പക്ഷെ തെർമലിലും കിട്ടണില്ല, ആംബിയർ ഒന്നും ട്രിഗർ ആവുന്നില്ല. ഏത് മോഡൽ? സ്റ്റിമാറ്റിക് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റിമാറ്റിക്സ് ഒന്നുമില്ല. ഓക്കെ, ഹാർഡ്വെയർ സൊല്യൂഷൻ ഒന്നുമില്ല. ഇല്ല, അതിന് മറ്റേ ഡയഗ്രത്തില് അതിന്റെ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് അതിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? OVP കാണാൻ പറ്റുന്നുണ്ടോ? അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, നോക്കിയല്ലേ, ഒന്നും കാണുന്നില്ല. IC കാണാൻ പറ്റുന്നുണ്ടോ? ചാർജിങ് IC. ചാർജിങ് IC എത്ര കാലമുള്ള IC അത്? ബോൾ IC. ബോൾ IC. നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ട്, ഞാൻ കടയിലാണ്. ശരി. വേറെ എങ്ങനെയെങ്കിലും നമുക്ക് ഫൈൻഡ് ആക്കാൻ പറ്റുമോ? സെയിം ICന്റെ ഡയഗ്രാം എടുത്തിട്ടാകുമ്പോൾ ICന്റെ കാലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് വെച്ചിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. പറടാ വിനീസ, എന്താ പറയുന്നു? ഇന്നലെ ഒരു i9 2019 ഒരു ചാർജിങ്ങിന്റെ ഇഷ്യൂ ആയി വന്നി. അപ്പൊ ഇടക്ക് ഇങ്ങനെ സ്റ്റിപ്പിന്റെ അതായത് മെയിൻ ബോർഡിന്റെ അങ്ങോട്ട് ഇടക്ക് ഇങ്ങനെ മറ്റേ 5 വോൾട്ടേജ് വന്ന് പിന്നെ വന്ന് പോവാ അങ്ങനെ ഇത് ഞാൻ CC അയച്ച സമയത്ത് ഓടുന്നു CC അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ വെച്ചു. ഞാൻ നിങ്ങളോട് ചോദിച്ചെങ്കിൽ ഇതാണ് മാറ്റിയൊക്കെ നിൽക്കി ഒരു അഡ്ജസ്റ്റ്മെന്റ് അപ്പ് ഡൗൺ ആയി ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ തിരിഞ്ഞു മാറി പനിയൊക്കെ മാറിയോ? തലേനൊക്കെ മാറി? കുറവുണ്ടാ. തലവേദന രാവിലെ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോ തലവേദന ഉണ്ടാകും. ഷബീറ പറഞ്ഞു. 2 ഷബീറുണ്ടോ? അജ്മൽ. CPU റിമൂവ് ചെയ്യാനാ? CPU റിമൂവ് ചെയ്യാൻ എനിക്ക് നല്ലത് എക്സാ 370 വെച്ചാൽ മതി. 37070. പിന്നെ പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈം 370 ബില്ലിനോസ് കിട്ടിട്ട് തന്നെ എടുത്ത് പ്രിന്റ് കുറച്ച് ഇതായി റെഡ് ആയിട്ട് ഷോർട്ട് ആയിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ടുണ്ടാവും ഈറ്റ്. കുറച്ച് സമയം എടുത്തേ. കുറേ സമയം ഈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഈറ്റ് കൂടാനും പാടില്ല കുറയാനും പാടില്ല. ചെറിയൊരു പവർ കൊടുത്തിട്ട് പൊക്കണം. 13 പ്രോക്ക് ഈറ്റ് കുറച്ച് കുറയ്ക്കണം. ഒരു 360 കൊടുത്താൽ മതി. ബോർഡ് കട്ട് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് സിം എടുക്കുന്നില്ല, സ്ക്രൂവിന്റെ സൈഡിൽ നിന്ന് കട്ട് ആയിട്ട് പോയിട്ടുണ്ട്. ബോർഡ് സ്വാപ്പ് ഉണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ 370 നെക്സ്റ്റ് ലിഫ്റ്റ് ആക്കി ഡാമേജ്
ആ കറക്റ്റ് കിട്ടും. ഈറ്റ് നമ്മളെ ഇതുണ്ടല്ലോ ചില സമയത്ത് നമ്മൾ ഫാൻ ഇട്ടിട്ടല്ലായിരിക്കും ചെയ്യുന്നത്. ആ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അങ്ങനെയല്ല ആ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ AC പ്രശ്നം വരില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഈറ്റ് അടിക്കുന്ന സമയത്ത് ഈറ്റ് മാക്സിമം എയർ വന്നിട്ട് ഒഴിവാകും. IC പൊക്കുമ്പോൾ ഫാൻ ഇട്ടുകൂടാ, കുറവന്നെ. പിന്നെ ആയില്ലേ ഷോപ്പ് കൂട്ടാനായിട്ട് സമയമായി 10 മണി കഴിഞ്ഞല്ലോ. രാത്രി ഇരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ കമ്മീഷനാ? കമ്മീഷൻ ആവശ്യം. ലിബിനെ പറഞ്ഞോടാ, ലിബിൻ്റെ ഒന്നും വിവരമൊന്നും ഇല്ലല്ലോ. പഠിച്ചിട്ട് ഉഷാറായാ? ഇല്ല സാറ്. ആ പറ. ഒരു റെഡ്മിയുടെ 9 ഫോണ് ഫോണാക്കുന്ന ടൈമില് ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് IC ഓവറായിട്ട് ഹീറ്റ് ആവും. ഷോർട്ട് ഉണ്ടാവും. ഷോർട്ട് ഉണ്ടാവും. ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ വന്നേന്ന് പറഞ്ഞു. പക്ഷെ ഫോണ് DC മെഷീനിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ലീക്കേജോ ഷോർട്ടോ ഒന്നും കാണിക്കുന്നില്ല. സെക്കൻഡറി ലൈനിൽ ഷോർട്ട് ഉണ്ടാവും. DCയിൽ ഓൺ ആക്കുമ്പോൾ എത്ര ആംപിയറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ? അത് ശ്രദ്ധിച്ചു നോക്ക്. 5 ആംപിയർ വരുന്നുണ്ടാക്കിയാൽ മതി. പിന്നെ സ്ലീപ്പ് മോഡ് പോകുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത് നോക്ക്. രണ്ടും നോക്കി കഴിഞ്ഞാൽ ഏത് ഷോർട്ട് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. സ്ലീപ്പ് മോഡ് പോകുമ്പോൾ 0 to 50 ഇടയിൽ വന്നിട്ട് ആംപിയർ നിൽക്കണം, മില്ലി ആംപിയർ. അത് നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അത് നിൽക്കുന്നില്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ഉണ്ടാവും സെക്കൻഡറിയിൽ. VPH നമ്മൾ വെക്കേണ്ടത് ചാർജിങ് സെക്ഷനിൽ ഇട്ടാന്നുണ്ടെങ്കിൽ PMID നോക്കണം. ചാർജ് കയറുന്നുണ്ടാ? എല്ലാം കയറുന്നുണ്ട്, ചൂടാന്ന് മാത്രമേ ഉള്ളൂ. ഓവർ ഹീറ്റ് ആവുന്നുണ്ടാ? ആ റോഷിന് ഇട്ടാ പോരടാ. ചാർജിങ് ഐസിന്റെ ഏത് കോർണറിൽ ഏത് ഭാഗത്ത് ഹീറ്റാന്നേ നോക്കാം. അപ്പോൾ ആ ലൈൻ പെട്ടെന്ന് കിട്ടും. ഡിസ്പ്ലേനൊട്ട് വരുന്ന ചാർജിങ് ഐസ് ഹീറ്റ് ആവില്ലല്ലോ. അതിന്റെ ബാക്കിലൊന്നും അല്ല ലൈറ്റ് ആണ്. ഡിസ്പ്ലേന്റെ പ്രശ്നം കൊണ്ട് ഹീറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ, ഷോർട്ട് ആവലുണ്ട്. പക്ഷെ ചാർജിങ് ഐസ് ഹീറ്റ് ആവില്ല. സ്കീമാറ്റിക് ഇല്ലാത്തതിന്റെ ഈ ICയുടെ കണക്ഷൻ അറിയാൻ വേണ്ടി സെയിം IC നമ്പർ അതിന്റെ ഉള്ളിൽ നോക്കുമ്പോ അതിന് വ്യത്യാസമുണ്ട്. എങ്ങനാ? അതായത് അതിന്റെ കണക്ഷൻ വരുന്നില്ല. സെയിം നമ്പർ ആണെങ്കിലും അതിന്റെ ഉള്ളിലത്തെ കണക്ഷൻ വരുന്ന പിന്നെ വ്യത്യാസം വരുന്നുണ്ടോ? വരില്ലല്ലോ. സെയിം നമ്പർ ആണെങ്കിൽ വരില്ല. അതിൽ വരുന്ന മാറ്റം വരുന്നുള്ളത് മറ്റേ GPIO എന്ന് പറയുന്നുള്ള ലൈൻ ഉണ്ട്, ജനറൽ പർപ്പസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതിൽ മാറ്റം വരും. അത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഓരോ മോഡൽ അനുസരിച്ചിട്ട് മാറ്റം വരും. ബാക്കിയുള്ള പിന്നൊക്കെ സെയിം ആയിരിക്കും. പിന്നെ എനേബിൾ ലൈൻ അങ്ങനെ വരുന്നുള്ളടത്ത് മാറ്റം വരും, അല്ലാതെ അടുത്തൊന്നും മാറ്റം ഉണ്ടാവില്ല. സെയിം. അത് ചിലപ്പോൾ IC ചെക്ക് ചെയ്യുന്ന സാധനം തിരിഞ്ഞു പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. കണക്ഷൻ സെയിമേ വരത്തുള്ളൂ. പിന്നെ ഓരോ CPU വേണ്ടിയിട്ട് വെക്കുന്നുള്ളതിൽ കണക്ഷനിൽ ഇത് മാറ്റം വരും. വെച്ച് കഴിഞ്ഞാൽ GPIO പിന്നിൽ മാറ്റം വരും. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്നുള്ള ഇപ്പോൾ ബീബസ് ആണെങ്കിൽ ബീബസ് അതിലെല്ലാം ഒരേപോലെ കാണിക്കത്തുള്ളൂ, സെയിം IC ആണെങ്കിൽ. ICൻ്റെ ഡാറ്റ മാറിയില്ല. പിന്നെ പാഡ് വാല്യൂ ചെക്ക് ചെയ്താല്, അതായത് ബക്കോല് വഴി CPU പോകുന്ന ലൈന്
റിവൈസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു 33 GR കാണിക്കും. ഉം. തിരിച്ചു വെക്കുമ്പോൾ 22 കാണിക്കും. അത് ലീക്കേജ് ഒരു ബക്ക് ലൈനാ? ആ ബക്ക് ലൈൻ ലീക്കേജ് വരില്ല. മനസ്സിലല്ലോ. കാരണം റിവൈസ് വെക്കുമ്പോൾ 33 ആ ലൈനിൽ വോൾട്ടേജ് വരുന്നില്ല 0.8. ഉണ്ട് വരുന്നു. ആ ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. ഇല്ല ഇല്ല. യാ അല്ലാ. പിന്നെ ആരുമില്ലേ ഇന്ന്? ആരുമില്ല. അജ്മൽ ഐഫോൺ. പിന്നെ ഈ DC മെഷീനിൽ ഓൺ ആവാത്ത സെറ്റ് ഇല്ലേ, ആ അത് ഈ പഴയ ബാറ്ററിയുടെ ഈ അതിന്റെ ബോർഡ് ബോർഡ് കട്ട് മറ്റേ BMS ബോർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓണാവും. അതായത് ഈ DC ഓൺ ആവുന്നത് എങ്ങനെ? ചിലത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓണാവാതെ മോഡൽ പഴയ ബാറ്ററീൻ്റെ BMS ബോർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ഓൺ ചെയ്യാൻ പറ്റും. ഷെഫീഖിന് ഇപ്പോൾ സെറ്റ് എന്ത് കുറവാടാ? കുറവുണ്ട്. മൊത്തത്തിൽ കുറവാണ് അല്ലേ? പിന്നെ നമ്മള് തൊട്ടപ്പുറം പുതിയൊരു ഷോപ്പ് തുടങ്ങിയാണ്. ഇന്നലെ അവര് ഒരു രൂപയ്ക്കൊക്കെ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഇന്നലെ ഭയങ്കര നല്ലായിരുന്നു ആ കടയ്ക്കകത്ത്. ഫ്രീ ആയിട്ട് കൊടുത്തതാ? 1 രൂപയ്ക്ക് ടെമ്പേർഡ്, പിന്നെ 9 രൂപയ്ക്ക് ഹെഡ്സെറ്റ് ഉദ്ഘാടനത്തിനായിട്ട് ഓഫർ ഇട്ട് കൊടുത്തതാണ്. പിന്നെ സാധനം മൊത്തം അതിനകത്തായിരുന്നു. ഇന്നിപ്പോ അതിനകത്ത് ആളില്ല. വരും പിന്നെ അറിഞ്ഞല്ലോ ഒരാൾക്ക്. ഷോപ്പ് പറഞ്ഞാൽ പിന്നെ വന്നോളൂ. ഏത് സർവീസ് സെയിൽസ് രണ്ടുണ്ടാ? ഞങ്ങളിപ്പോ പുതിയൊരു ഷോപ്പ് ഇട്ടു. ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ഓപ്പോസിറ്റ് പുതിയൊരു ഷോപ്പ് വന്നിട്ട് പുതിയ തുടങ്ങിയതാ? വേറെ ടീം തുടങ്ങിയതാ. സർവീസും സെയിൽസും? സർവീസും സെയിലും അവിടെ എല്ലാം ഉണ്ട്. ലാപ്പിന്റെ, പിന്നെ CC ക്യാമറ, ലാപ്പിന്റെ സർവീസ്, അങ്ങനെ എല്ലാം കൂടെ ഉള്ളത് നമ്മളിപ്പോ പുതിയ ഷോപ്പ് അപ്പുറത്ത് അരുണിന്റെ കടയുടെ തൊട്ടടുത്ത്. അന്ന് റൂം എടുത്ത് പറഞ്ഞല്ലേ? പുതിയ ഷോപ്പ്. പൊതുവെ ഡൗൺ ഉണ്ട്. മൊത്തത്തില് ഡൗൺ. എല്ലാത്തിലും ഡൗണാ. അല്ല ഇവിടെ അങ്ങനെ മൊത്തം ഡൗണാ. പിന്നെ വരുന്ന ഷോപ്പ് വർക്കെല്ലാം മാക്സിമം കളിച്ച് കൊളാക്കിയിട്ട് വരുന്നതാണ്. CPU പ്രിന്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല.